മണ്ണിടിച്ചിൽ ദുരന്തം ഉണ്ടായ കള്ളാടിയിൽ വിദഗ്ധ സംഘം എത്തി. മണ്ണ് മാറ്റുന്നത് സംബന്ധിച്ച് പഠിക്കാൻ സർക്കാർ നിയോഗിച്ച 3-അംഗ സമിതിയിലെ 2 പേരാണ് സ്ഥലത്തെത്തിയത്. ഫൈസൽ അസീസ് വിവരങ്ങളുമായി. ഫൈസൽ, എന്തൊക്കെയാണ് വിശദാംശം? നിഷാദ്, മണ്ണിടിച്ചിൽ ഈ വയനാട് കള്ളാടി മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ടുള്ള ഈ സംഘം ഇപ്പോൾ അല്പസമയം മുമ്പാണ് എത്തിയത്. ഈ സർക്കാർ നിയോഗിച്ച 3-അംഗ സംഘവും അതുപോലെ ഈ കൊങ്കൺ പാതയുടെ, അതായത് ഈ കരാർ കമ്പനിയെ കൊങ്കൺ പാതയുടെ കൊങ്കൺ കൺസ്ട്രക്ഷൻ ലിമിറ്റഡിന്റെ സംഘവുമാണ് ഈ മണ്ണിടിച്ചിൽ ഈ സ്ഥലത്തേക്ക് എത്തിയത്. അവർ ഈ മണ്ണിടിച്ചിൽ നടന്ന ആ ഒരു പ്രഭവ കേന്ദ്രത്തിൽ അവിടെ ഉൾപ്പെടെ എത്തി പരിശോധന നടത്തിയിട്ടുണ്ട്. കൂട്ടിയിട്ട മണ്ണ് മാറ്റുന്നത് സംബന്ധിച്ച് പഠിക്കാനാണ് ഈ സർക്കാർ ഈ സംഘത്തെ നിയോഗിച്ചത്. 3-അംഗ സംഘത്തെയാണ് നിയോഗിച്ചത്. കോഴിക്കോട് NIT പ്രൊഫസർ ഡോക്ടർ സന്തോഷ് തമ്പി, NCESന്റെ പ്രതിനിധി എന്നിവരാണ് ഈ സ്ഥലത്തേക്ക് എത്തിയിരിക്കുന്നത്. അവർ അല്പസമയത്തിനകം തന്നെ ഈ താഴോട്ടിറങ്ങും. അതിനുശേഷം മാധ്യമങ്ങളെ കാണുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവരുടെ ഭാഗത്തു നിന്ന് കൂടുതൽ പ്രതികരണം ഉണ്ടാകും. ഇത് എങ്ങനെ നീക്കും, ഇതെങ്ങനെ ബാക്കി നമുക്ക് കാണാൻ ദൃശ്യങ്ങൾ എൻ്റെ പിറകിൽ കാണുന്നത് പോലെ തന്നെ ആ കൂട്ടിയിട്ട മണ്ണ് അത് എങ്ങോട്ടേക്ക് നീക്കും എന്നുള്ളത് സംബന്ധിച്ചുള്ള വിവരങ്ങളൊക്കെ തന്നെയും അവർ പങ്കുവെക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി ഇവർക്ക് എത്രയും വേഗം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് സർക്കാർ നിർദ്ദേശിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ 5-അംഗ സമിതിയും